ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ബി എൻ എസ് എസിന്റെ സമൻസ് ആൻഡ് വാറണ്ട് എന്ന പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. സമൻസ് ആൻഡ് വാറണ്ട് വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കുക. എന്തായാലും തീർച്ചയായിട്ടും 1 മാർക്ക് ഈ ഒരു പോർഷനിൽ നിന്നായിരിക്കും. നമ്മളിപ്പോൾ BNSS ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ ഓരോ പോർഷനായിട്ട് തീർത്തുകൊണ്ട് വരികയാണ്. അതിൽ നമ്മൾ സമൻസ് ആൻഡ് വാറണ്ട് എന്താണെന്ന് ചോദിക്കും മുമ്പ് തൊട്ട് മുമ്പിൽ പഠിച്ചത് അറസ്റ്റ് ആണ് അല്ലേ. നമുക്കറിയാം അറസ്റ്റ് എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാം, വാറണ്ടോടുകൂടി എങ്ങനെയാണ്, വാറണ്ട് ഇല്ലാതെ എങ്ങനെയാണ്, കൊഗ്നൈസബിൾ കേസ് എന്താണ്, നോൺ കൊഗ്നൈസബിൾ കേസ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സമൻസ്, അതായത് ഹാജരാകുവാൻ നിർബന്ധിക്കുന്നതിനുള്ള പ്രക്രിയകൾ എന്നാണ് പറയുന്നത്. ചാപ്റ്റർ 6 പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ 5 അറസ്റ്റ് ആയിരുന്നു. ചാപ്റ്റർ 6 ഹാജരാകുവാൻ നിർബന്ധിക്കുന്നതിനുള്ള പ്രക്രിയ, ആ ഒരു പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. സമൻസ് ആൻഡ് വാറണ്ടിൽ സമൻസിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ സമൻസിന്റെ ഫോമിനെ കുറിച്ച് പറയുന്നത് 63. ഇതാണ് 63. ഈ ഫോറം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഫോംസ്. നമുക്കറിയാം BNSSല് 2 പട്ടികയുണ്ട്. എത്ര പട്ടികയാണ്? 2 പട്ടിക. കൂടെ പറയുക, 2 പട്ടിക. ഈ 2 പട്ടികയിൽ ഒന്നാമത്തെ പട്ടികയാണ് ഒരു കേസ് കൊഗ്നൈസബിൾ ആണോ നോൺ കൊഗ്നൈസബിൾ ആണോ എന്ന് തീരുമാനിക്കുന്നതും ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്ന് തീരുമാനിക്കുന്നതും ഒന്നാമത്തെ പട്ടിക. എങ്കിൽ രണ്ടാമത്തെ പട്ടിക എന്താണ് പറയുന്നത്? അത് ഫോമുകളെ കുറിച്ചാണ്. ഫോംസ്. അതിലാണ് സമൻസിന്റെയും വാറണ്ടിന്റെയൊക്കെ ഫോമുകൾ എങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നെറ്റിൽ കയറിയിട്ട് പട്ടിക 1 പട്ടിക 2 കാണാൻ വേണ്ടി BNSS ഫോം എന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ BNSSലെ ഷെഡ്യൂൾ എന്ന് അടിച്ചാൽ മതി, ഡൗൺലോഡായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ യുക്തി. ക്ലിയർ? അപ്പോൾ 63 എന്താണ് സമൻസ്? നമുക്കറിയാലോ, സാധാരണ ഒരു കേസിൽ FIR ഇട്ട് കഴിഞ്ഞു, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരാളെ FIR ഇട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ കേസ് നടക്കുകയാണ്. അപ്പോൾ കോടതിക്ക്, നമുക്കറിയാം കോടതി നടത്തുന്നതിനെയാണ് അന്വേഷണ വിചാരണ എന്നും പോലീസ് നടത്തുന്നതാണ് അന്വേഷണം എന്നും പറയുന്നു. ഓക്കെ, കോടതി നടത്തുന്നത് അന്വേഷണ വിചാരണയും പോലീസ് നടത്തുന്നത് അന്വേഷണവുമാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ലിഖിതമായതും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതും. അപ്പോൾ സമൻസുകൾ എങ്ങനെയിരിക്കും? ലിഖിതമായത് എന്ന് പറഞ്ഞാൽ എഴുതിയതായിരിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതും എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കോപ്പികൾ ഉണ്ടാകും. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള കോടതിയുടെ അധ്യക്ഷത വഹിക്കുന്ന ഉദ്യോഗസ്ഥനോ, ഇനി എന്താണ്, കോടതിയുടെ അധ്യക്ഷത വഹിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹൈക്കോടതി അതത് സമയം ചട്ടം വഴി നിർദ്ദേശിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥനോ ഒപ്പിട്ടതായിരിക്കേണ്ടതും കോടതി മുദ്ര വഹിക്കേണ്ടതുമാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് 2 പകർപ്പുകളുണ്ട്, ഒരു ഒറിജിനലും ഒരു ഡ്യൂപ്ലിക്കേറ്റ്. അതിൽ എങ്ങനെയായിരിക്കണം? കോടതിയുടെ അധ്യക്ഷത വഹിക്കുന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഹൈക്കോടതി അതത് സമയം നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥനോ ഒപ്പിട്ടതായിരിക്കണം. അതിനകത്ത് ഒപ്പിട്ടതായിരിക്കണം. കോടതിയുടെ മുദ്രയും വഹിക്കണം, കോടതിയുടെ സീലും വഹിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായി? 2 പകർപ്പ്. ഒരു വ്യക്തിയെ കോടതിക്ക് തൽക്കാലം അറസ്റ്റ് ചെയ്യണ്ട, അയാളെ ഒന്നുകൂടെ വിസ്തരിക്കണം എന്ന് തോന്നുമ്പോഴാണ് സമൻസ് അയക്കുന്നത്. ഇതാരാ നടത്തേണ്ടത്? ഒരു എൻക്രിപ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ ആശയവിനിമയം വഴിയോ അല്ലേ. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്തതോ മറ്റേതെങ്കിലും വഴിയുള്ള ആശയവിനിമയത്തിൽ കോടതിയുടെ മുദ്രയുടെ ചിത്രം അല്ലെങ്കിൽ ഡിജിറ്റൽ ഒപ്പ് വഹിച്ചിരിക്കേണ്ടതുമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മിച്ച് വയ്ക്കണം. എൻക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കോഡ് എന്നൊക്കെ പറയില്ലേ, എൻക്രിപ്റ്റ് ഡീക്രിപ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിലൊക്കെ ചിലപ്പോൾ അയച്ചു കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അല്ലെങ്കിൽ കോടതിയുടെ മുദ്ര വെച്ച് ഓൺലൈനിലൂടെയും ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെയും ഇത് അയച്ചു കൊടുക്കാം. നേരിട്ട് തന്നെ കൊടുക്കേണ്ട, ഇലക്ട്രോണിക് രൂപത്തിലും അയച്ചു കൊടുക്കാം, PDF ആയിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലോ അയച്ചു കൊടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സമൻസ് എങ്ങനെ കൊടുക്കാം എന്ന് മനസ്സിലായി. ഇനി 64 സമൻസ് നടത്തുന്നത് എങ്ങനെ. അപ്പൊ സമൻസ് എന്നാൽ എന്തെന്ന് പഠിച്ചു. ഒരാളെ കോടതിയിൽ വരുത്താൻ വേണ്ടിയുള്ള നോട്ടീസാണ് സമൻസ്, അല്ലെങ്കിൽ ഒരാളെ കോടതിയിൽ എത്തിക്കുന്നതിനുള്ള ആദ്യ നടപടിയാണ് സമൻസ്. സമൻസ് നടത്തുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, എല്ലാ സമൻസുകളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഇതിലേക്കായി ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമായി സമൻസ് പുറപ്പെടുവിക്കുന്ന കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥനോ മറ്റു പബ്ലിക് സെർവന്റോ നടത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് ഈ സമൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആരാണ്? ഓക്കെ,
അപ്പോൾ കണ്ടോ ഇവിടെ നോക്കി സമൻസ് കൊടുക്കേണ്ട ആരൊക്കെയാണ്? ഒന്നുകിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാം, ആരായിരിക്കാം? പോലീസ് ഉദ്യോഗസ്ഥനോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ആയിരിക്കാം. സമൻസ് പുറപ്പെടുവിക്കുന്ന കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ മറ്റു പബ്ലിക് സെർവന്റോ ഇത് നടത്തേണ്ടതാകുന്നു. മനസ്സിലായി? ആർക്ക് വേണമോ സമൻസ് കൊടുക്കാം. കോടതി ആരെയാണോ ഇത് കൊടുക്കാനായി അധികാരപ്പെടുത്തുന്നത് അവർക്ക് ഇത് നൽകാം. എന്നാൽ അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നിവയും കൂടാതെ സംസ്ഥാന ഗവൺമെന്റിന് നിയമപ്രകാരം നൽകുന്ന മറ്റ് വിശദാംശങ്ങൾ നൽകുന്നതിനും ഒരു രജിസ്റ്റർ പോലീസ് സ്റ്റേഷനോ കോടതി രജിസ്റ്ററോ സൂക്ഷിക്കണം. അതായത് നമുക്കിപ്പോൾ ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അഡ്രസ്സ് അറിയണം, ചിലപ്പോൾ അയച്ചു കൊടുക്കാൻ വേണ്ടി മെയിൽ അറിയണം, അല്ലെങ്കിൽ ഫോൺ നമ്പർ വിളിച്ച് ചോദിക്കാൻ വേണ്ടി ഫോൺ നമ്പർ അറിയണം. ഇതിനു വേണ്ടി ഒരു രജിസ്റ്റർ എല്ലാ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ കോടതിയും സൂക്ഷിക്കേണ്ടതാണ്. എങ്കിലല്ലേ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. സമൻസ് പ്രായോഗികമാകണമെങ്കിൽ ആണെങ്കിൽ സമൻസിന്റെ തനി പകർപ്പുകളിലൊന്ന്, സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റിലൊന്ന് അയാൾക്ക് കൈമാറുകയോ എത്തിച്ചു കൊടുക്കുകയോ ചെയ്യണം. ഒരു പകർപ്പ് മറ്റേ ആളിന് കൊടുക്കണം. 2 പകർപ്പ് ഉണ്ടാവുമല്ലോ, ഒരു പകർപ്പ് മറ്റേ ആളിന് കൊടുത്തിട്ട് മറ്റേ പകർപ്പ് എന്ത് ചെയ്യണം? നമ്മൾ കോടതിയിൽ തിരിച്ചെത്തിക്കണം. എന്നാൽ കോടതി മുദ്രയുടെ ചിത്രം ഉൾക്കൊള്ളുന്ന സമൻസുകൾ ഇലക്ട്രോണിക് ആശയവിനിമയം വഴിയോ സംസ്ഥാന ഗവൺമെന്റ് നിയമങ്ങൾ മുഖേന നൽകുന്ന രീതിയിലും നൽകേണ്ടതാണ്. അപ്പോൾ ഏത് രീതിയിലും എന്ത് ചെയ്യാം? ഇത് നൽകാം എന്നും പറയുന്നുണ്ട്. ഇതാണ് സമൻസിന്റെ കാര്യം. ആണോ? സമൻസ് അപ്പം നേരിട്ട് കൊടുക്കാം, മെയിലിലൂടെ കൊടുക്കാം, പോസ്റ്റിലൂടെ ഒക്കെ കൊടുക്കാം. അടുത്തത്, അപ്രകാരം നേരിട്ട് സമൻസ് നടത്തുന്ന ഏതൊരാളും നടത്തുന്ന ഉദ്യോഗസ്ഥന് ആവശ്യപ്പെടുന്നെങ്കിൽ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റിന്റെ, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം നോക്കണം, മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റിന്റെ പിൻഭാഗത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിൻഭാഗത്തുള്ള രസീതിൽ ഒപ്പിടേണ്ടതാണ്. അപ്പം ഒന്നിൽ ഒപ്പിട്ട് നൽകണം, ഒന്ന് അവർക്ക് കൊടുക്കും. എങ്കിലേ സമൻസ് നൽകിയതായി കരുതപ്പെടുകയുള്ളൂ. ക്ലിയർ? അടുത്തത്, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ സൊസൈറ്റികൾക്കും സമൻസ് നടത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ എങ്ങനെ നൽകും? നേരത്തെ വ്യക്തിക്ക് നൽകിയതാണ്. ഇനി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെയോ കമ്പനിയുടെയോ കോർപ്പറേഷന്റെയോ ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി അല്ലെങ്കിൽ മറ്റ് ഓഫീസർ എന്നിവർക്ക് അത് നടത്തിയോ അല്ല എങ്കിൽ ഡയറക്ടർ, മാനേജർ എന്ന വിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത തപാൽ മുഖേന ഇതാ എഴുതിക്കുന്നുണ്ടോ, തപാൽ മുഖേന അയച്ച കത്തിലൂടെയോ ആകാവുന്നതും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കത്ത് പോസ്റ്റിന്റെ സാധാരണഗതിയിൽ എത്തുമ്പോൾ സമൻസ് നടത്തിയതായി കരുതപ്പെടുന്നതുമാകുന്നു. മനസ്സിലായോ? അപ്പൊ ഇനി കമ്പനിക്കോ കോർപ്പറേഷന്റെയോ ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി അല്ലെങ്കിൽ മറ്റ് ഓഫീസർ എന്നിവർക്ക് സമൻസ് നടത്തുകയാണെങ്കിൽ അതെങ്ങനെ അയച്ചു കൊടുക്കാം? വലിയ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ രജിസ്റ്റേർഡ് തപാൽ മുഖേന അയച്ചു കൊടുക്കാം. അവർക്കൊക്കെ എങ്ങനെ കൊടുക്കാം? രജിസ്റ്റേർഡ് തപാൽ മുഖേന അയച്ചു കൊടുക്കാം. അയച്ച കത്തിലൂടെ ആകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കത്ത് എപ്പോഴാണോ പോസ്റ്റിന്റെ രൂപത്തിൽ അവിടെ എത്തുന്നത് അപ്പോൾ എന്തായി കരുതപ്പെടാം? ഇവിടെ നമ്മൾ ഒപ്പിട്ടല്ലേ വാങ്ങിയത്, ഇവിടെ സമൻസ് പോസ്റ്റിന്റെ രൂപത്തിൽ എത്തുന്ന സമയത്ത് സമൻസ് നൽകിയതായി കരുതപ്പെടാം. അല്ലേ? ഇനി ഒരു സ്ഥാപനത്തിലോ വ്യക്തികളുടെ മറ്റു കൂട്ടായ്മയ്ക്കോ സമൻസ് നടത്താൻ അത്തരം സ്ഥാപനത്തിന്റെയോ അസോസിയേഷന്റെയോ ഏതെങ്കിലും ഒരു പങ്കാളിക്ക് നൽകുന്നത് വഴി ചെയ്യാം. ഇനി ഒരു കൂട്ടായ്മയ്ക്കാണ് സമൻസ് നൽകുന്നതെങ്കിൽ, ഒരു സ്ഥാപനത്തിന് മൊത്തത്തിലാണെങ്കിൽ അവിടുത്തെ ഒരു പങ്കാളിക്ക് നൽകുന്നത് വഴി സമൻസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണറിന് നൽകിയാൽ മതി, ഒരു പങ്കാളിക്ക് നൽകുന്നത് വഴി സമൻസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അത്തരം പങ്കാളിയുടെ മേൽവിലാസത്തിൽ ഒരു കത്ത് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാവുന്നതുമാണ്. അത്തരം പങ്കാളിയുടെ മേൽവിലാസത്തിൽ ഒരു കത്ത് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാവുന്നതുമാണ്. ഈ സാഹചര്യത്തിൽ കത്ത് തപാലിൽ ലഭിക്കുന്ന സമയം സമൻസ് നടപ്പിലാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കമ്പനികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താലും സമൻസ് നൽകിയതായി കരുതപ്പെടും. മാത്രമല്ല അത് പോസ്റ്റ് വഴി അയക്കാവുന്നതാണ്. അത് പോസ്റ്റ് എപ്പോഴാണോ ആ കത്ത് തപാലിൽ ലഭിക്കുന്ന സമയം സമൻസ് നടപ്പിലാക്കിയതായി കരുതപ്പെടാം. ഇനി സമൻ ചെയ്യപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ, അപ്പോൾ എപ്പോഴാണ് ഈ സമൻ ചെയ്യപ്പെട്ട ആളുകൾ കണ്ടെത്താൻ പറ്റും? വീട്ടിൽ പോകുമ്പോൾ അയാൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, സമൻസ് ചെയ്യപ്പെട്ട ആളെ കണ്ടെത്താനായില്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിനും
ഡ്യൂപ്ലിക്കേറ്റുകളിൽ ഒന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സമൻസ് കൊടുത്തത്? ഡ്യൂപ്ലിക്കേറ്റിൽ ഒന്നല്ലേ കൊടുത്തത്. അപ്പോൾ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന അംഗം എന്നോർത്തോണം. നേരത്തെ CRPC ആയിരുന്ന സമയത്ത് മുതിർന്ന പുരുഷ അംഗം എന്നായിരുന്നെങ്കിൽ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം നിങ്ങൾ നോക്കുക. മുതിർന്ന അംഗത്തിനും ഡ്യൂപ്ലിക്കേറ്റുകളിൽ ഒന്ന് നൽകിക്കൊണ്ട് സമൻസ് നടത്താവുന്നതും. അപ്രകാരം സമൻസ് നൽകപ്പെട്ട ആൾ സമൻസ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നുവെങ്കിൽ മറ്റേ ഡ്യൂപ്ലിക്കേറ്റിന്റെ പുറത്ത് ഒപ്പിട്ട് നൽകേണ്ടതുമാണ്. അപ്പോൾ നേരത്തെ പോലെ ആളില്ലെങ്കിൽ ആളിലെ വീട്ടിലെ മുതിർന്ന അംഗം ഒപ്പിടണം, മറ്റേ പകർപ്പിൽ ഒപ്പിട്ട് നൽകേണ്ടതുമാണ്. ഓക്കെയാണ്. ഇനി മുൻപ് വ്യവസ്ഥ ചെയ്ത പോലെ സമൻസ് നടപ്പിലാക്കാൻ കഴിയാത്തപ്പോഴുള്ള നടപടികൾ. മുൻപ് വ്യവസ്ഥ ചെയ്തത് എന്തൊക്കെയാണ്? നേരിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന പുരുഷാംഗത്തിന് കൊടുക്കുന്നത്. ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്യും? ഒന്ന്, വകുപ്പ് 64, 65, 66 എന്നിവയിൽ വ്യവസ്ഥ ചെയ്തതുപോലെ സമൻസ് നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഈ 64, 65, 66 നേരത്തെ പറഞ്ഞ 3 സെക്ഷനാണേ. ഇതിൽ പറഞ്ഞതുപോലെ കണ്ടോ, 64, 65, 66 പറഞ്ഞതുപോലെ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥൻ സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റിൽ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന്, സമൻ ചെയ്യപ്പെട്ട വ്യക്തിയുടെ വീടിന്റെയോ പുരയിടത്തിന്റെയോ ശ്രദ്ധ ആകർഷിക്കത്തക്ക ഭാഗത്ത് പതിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയാമോ? ഇയാൾ സമൻസ് വാങ്ങുന്നില്ല എങ്കിൽ അയാളുടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക ഭാഗത്ത് പതിച്ചു നൽകാം. ഇതിനെയാണ് പതിച്ചു നൽകുക എന്ന് പറയുന്നത്. അയാളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്ത് ചെയ്യാം? പതിച്ചൊട്ടിച്ചു വയ്ക്കാം. അപ്പോൾ അയാൾ കൊടുത്തായി കരുതണം. തുടർന്ന് കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന അന്വേഷണ വിചാരണയ്ക്ക് ശേഷം, ഇനി തുടർന്ന് കോടതിക്ക് പിന്നെ ക്ലിയറെന്ന് തോന്നുന്ന ശേഷം സമൻ യഥാവിധി ചെയ്യപ്പെട്ടതായി പറയുകയോ ഉചിതമെന്ന് തോന്നുന്ന രീതിയിലുള്ള പുതിയ സേവനത്തിന് പ്രഖ്യാപിക്കുകയോ ഉത്തരവിടുകയോ ചെയ്യാം. ചെയ്യാമെന്നാണ്. അതായത് ഇപ്പൊ സമൻ ചെയ്യാൻ പറ്റിയില്ല, അയാൾ വാങ്ങുന്നില്ല, നേരത്തെ ഒന്ന് പറഞ്ഞതുപോലെ എന്താണ് 64, 65, 66 പോലെ പറ്റുന്നില്ല, ഈ 67 നമ്മൾ പതിച്ചു നൽകും. മാത്രമല്ല കോടതിക്ക് അടുത്ത് എന്താണോ ചെയ്യാനുള്ളത് അതിനുള്ള ഉത്തരവ്. അപ്പൊ അറസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അറസ്റ്റ് ആയിരിക്കും ചെയ്യേണ്ടത്. കാരണം എന്താ അറസ്റ്റാണ് ചെയ്യേണ്ടത്. കാരണം ഇയാൾ വിളിച്ചിട്ട് വരുന്നില്ലല്ലോ. എങ്കിൽ ഇയാളെ ചെയ്യേണ്ടത് എന്താണ്? അറസ്റ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? അറസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഗവൺമെന്റ് സർവന്റിനാണ് സമൻസ് നടത്തേണ്ടതെങ്കിൽ എങ്ങനെ? നമ്മളിപ്പോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലത്തുള്ള ഒരു ഫ്രീഡം ഉണ്ടാവില്ല. കാരണം നമുക്ക് എപ്പോഴും ഗവൺമെന്റിന്റെ ഒരു ശ്രദ്ധയിലായിരിക്കും നമ്മൾ. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം അയാൾ ജോലി ചെയ്യുന്ന ഓഫീസിലെ മേധാവിക്ക് അയച്ചു കൊടുക്കണം. അപ്പോ അയാൾ ജോലി ചെയ്യുന്ന ഓഫീസിലെ മേധാവിക്ക് അയച്ചു കൊടുക്കുകയും 64-ാം വകുപ്പ് പ്രകാരം ഉദ്യോഗസ്ഥനെ കൊണ്ട് സമൻസ് നടത്തിക്കുകയും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പിൽ ഒപ്പ് രേഖപ്പെടുത്തി തിരിച്ചയക്കേണ്ടതുമാകുന്നു. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് കൊടുക്കുന്നതെങ്കിൽ നേരിട്ടല്ല കൊടുക്കുന്നത്, പകരം അയാള് ജോലി ചെയ്യുന്ന ഓഫീസിലെ മേധാവിക്ക് അയച്ചു കൊടുക്കണം. മാത്രമല്ല 64-ാം വകുപ്പ് പ്രകാരം ഉദ്യോഗസ്ഥനെ കൊണ്ട് സമൻസ് നടത്തിക്കുകയും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പിൽ ഒപ്പ് രേഖപ്പെടുത്തി തിരിച്ചയക്കേണ്ടതുമാകുന്നു. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പിൽ ഒപ്പ് രേഖപ്പെടുത്തി തിരിച്ചയക്കണം. മേലുദ്യോഗസ്ഥൻ നേതൃത്വം വഹിച്ച് ഇയാളെ കൊണ്ട് ഒപ്പിടിച്ച് തിരിച്ചയക്കണം. അങ്ങനെ രേഖപ്പെടുത്തുന്ന ഒപ്പ് അർഹമായ സേവനത്തിന്റെ തെളിവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇയാളത് നടത്തിയതായി തെളിവായിരിക്കും ആ ഒപ്പ്. ഇനി തദ്ദേശ അതിർത്തികൾക്ക് പുറത്ത് നടത്തുന്ന സമൻസ്. നമ്മുടെ ഒരു കോടതി പുറപ്പെടുവിക്കുന്ന സമൻസ് ഇപ്പോൾ കോടതിക്ക് നൽകേണ്ടത് മറ്റൊരു കോടതിയുടെ അധികാരപരിധിയിലാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഒരു കോടതി പുറപ്പെടുവിച്ച സമൻസ് അതിന്റെ പ്രാദേശിക അധികാരപരിധിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് നൽകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സാധാരണയായി കോടതി അങ്ങനെയുള്ള സമൻ ചെയ്യപ്പെട്ടയാൾ താമസിക്കുകയോ ഉണ്ടായിരിക്കുകയോ ചെയ്യുന്നത് ഏത് മജിസ്ട്രേറ്റിന്റെ പ്രാദേശിക അധികാര പരിധിക്കുള്ളിലാണോ ആ മജിസ്ട്രേറ്റിന് അവിടെ നടത്തുന്നതിന് ഡ്യൂപ്ലിക്കേറ്റായി അയക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി ഉള്ളത് ഒരു ജില്ലയിലാണ്, ഇപ്പോൾ മറ്റൊരു ജില്ലയിലുള്ള കോടതിക്കാണ് ഇയാളെ കിട്ടേണ്ടത്.
അപ്പോൾ അതിന് പകരം ആ കോടതി ഇയാൾക്ക് നേരിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആ കോടതി ഇയാൾ ഏത് കോടതിയുടെ പരിധിയിലാണോ ഉള്ളത് ആ കോടതി വഴി ഇയാൾക്ക് എത്തിക്കും. ആണോ, ആ മജിസ്ട്രേറ്റിന് അവിടെ ഡ്യൂപ്ലിക്കേറ്റായി അയച്ചു കൊടുക്കാം, മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കും, അവിടെ ഉള്ള മജിസ്ട്രേറ്റിന് ഈ മജിസ്ട്രേറ്റ് അയച്ചു കൊടുക്കും. ഇനി അത്തരം സന്ദർഭങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥൻ ഹാജരാകാതിരിക്കുമ്പോഴുള്ള നടത്തൽ തെളിയിക്കുന്നത്. ഇനി അത്തരം സന്ദർഭങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥൻ ഹാജരാകാതിരിക്കുമ്പോഴുള്ള നോക്കാം. ഒരു കോടതി പുറപ്പെടുവിച്ച സമൻസ് അതിൻ്റെ പ്രാദേശികാധികാര പരിധിക്ക് പുറത്ത് നൽകുമ്പോൾ സമൻസ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ കേസിന്റെ ഹിയറിംഗിൽ ഹാജരില്ലാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ സമൻസ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ അവിടെ പോകേണ്ട കാര്യമില്ല. കാരണം അവിടുത്തെ കോടതി വഴിയല്ലേ നടപ്പിലാക്കി തരുന്നത്. അപ്പോൾ കേസിന്റെ ഹിയറിംഗിൽ അവിടെ ഹാജരല്ല ഏതെങ്കിലും സാഹചര്യത്തിലും അങ്ങനെയുള്ള സമൻസ് നടത്തിയിട്ടുണ്ടെന്നുള്ളതിന് ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ചെയ്തതാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ആർക്ക് അയച്ചു കൊടുത്തേ? ഒരു മജിസ്ട്രേറ്റിന്റെ അടുക്കലല്ലേ അയച്ചു കൊടുത്തത്. ആ മജിസ്ട്രേറ്റ് അത് നടപ്പിലാക്കി തന്നു എന്ന് തെളിയിച്ചാൽ മാത്രം മതി. ഈ ഉദ്യോഗസ്ഥൻ തന്നെ കൊണ്ടുപോയി കൊടുത്തു എന്ന് അവിടെ പറയേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ അല്ല കൊണ്ടുകൊടുത്തത്, പകരം ആ മജിസ്ട്രേറ്റ് ആണ് സമൻസ് കണ്ടോ, അങ്ങനെയുള്ള മജിസ്ട്രേറ്റ് ആണ് സമൻസ് നടത്തിയിട്ടുണ്ടെന്നുള്ളതിന് ഒരു മജിസ്ട്രേറ്റ് മുമ്പാകെ ചെയ്തതാണെന്ന് കരുതാവുന്ന ഒരു സത്യവാങ്മൂലം സമൻസ് ആർക്കാണോ നൽകുകയോ ടെൻഡർ ചെയ്യുകയോ ഏൽപ്പിക്കുകയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സത്യവാങ്മൂലം കൂടെ വാങ്ങണം. ഇപ്പോൾ ഈ കോടതിയാണല്ലോ ആ കോടതിക്ക് അയച്ചു കൊടുത്തത് അയാൾക്ക് കൊടുക്കാനായിട്ട്. ആ കോടതി അയാളെ വിളിച്ച് ഒപ്പിടിക്കുമ്പോൾ ആ കോടതി ഒരു സത്യവാങ്മൂലം കൂടെ ചേർത്ത് വേണം തിരിച്ചയച്ചു തരാൻ. ആ സത്യവാങ്മൂലത്തിൽ എന്തുണ്ടാകണം? എൻ്റെ മുൻപിൽ വെച്ചാണ് ഇയാൾ ഒപ്പിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെളിവുണ്ടാകണം. അതാണ് അയാൾ വകുപ്പ് 64-65 വ്യവസ്ഥ ചെയ്യുന്ന രീതിയിൽ. 64-65 എന്താണ്? നമ്മൾ നേരിട്ട് കൊടുത്തതും അയച്ചു കൊടുത്തതും രീതിയിൽ എൻഡോസ് ചെയ്തതാണെന്ന് കരുതാവുന്ന സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. അവിടെ അതുപോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റിൽ ഒപ്പിട്ട് നൽകണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ ഡ്യൂപ്ലിക്കേറ്റ് എൻഡോസ് ചെയ്യണമെന്ന് കരുതാവുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റും തെളിവിൽ സ്വീകാര്യമായിരിക്കുന്നതും അതിൽ ചെയ്തിട്ടുള്ള പ്രസ്താവനകൾ വിപരീതമായത് തെളിയിക്കാത്ത പക്ഷവും തെളിയിക്കുന്നത് വരെയും ശരിയായതാണെന്ന് കരുതപ്പെടുന്നതുമാകുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ശ്രദ്ധയായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ പറയുന്ന മനസ്സിലാക്കിയിട്ട് ഇത് വായിച്ചാൽ, ഞാനൊരു കോടതി, മറ്റൊരു കോടതിയുണ്ട്. ആ കോടതിയിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ ആ കോടതി അയാളെ വിളിച്ച് എന്ത് ചെയ്തു? ഒപ്പിടിച്ചു. കൂടെ ഒരു സത്യവാങ്മൂലവും കൂടെ വെച്ചു. എൻ്റെ മുമ്പിൽ വെച്ചാണ് നടത്തിയതെന്ന് പറഞ്ഞു. അയാളുടെ മുമ്പിൽ വെച്ചു. എന്നിട്ട് ആ സമൻസും ആ സത്യവാങ്മൂലവും കൂടെ ചേർത്ത് തിരിച്ചയച്ചു തരുമ്പോൾ ഇവിടെ അതിൽ ചെയ്തിട്ടുള്ള തെളിവിൽ സ്വീകാര്യമായിരിക്കും. അത് തെളിവാണ്, അവിടെ സമൻസ് നടത്താനായിട്ടുള്ള തെളിവാണ് ഈ സത്യവാങ്മൂലം. പക്ഷെ അതിൽ ചെയ്തിട്ടുള്ള പ്രസ്താവനകൾ വിപരീതമായത് തെളിയിക്കാത്ത പക്ഷവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ എതിർഭാഗം പറയാണ് ഇത് അയാളല്ല ഒപ്പിട്ടതെന്ന് പറയുകയാണെങ്കിൽ അതാണ് തെളിയിക്കാത്ത പക്ഷവും തെളിയിക്കുന്നത് വരെയും ശരിയാണെന്ന് കരുതപ്പെടണം. അല്ലെ, തെളിയിക്കുന്നത് വരെ അത് ശരിയാണ്, ആ ഒപ്പ് ശരിയാണ്. ഇനി നിങ്ങൾ അത് കള്ളത്തരമാണെന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കാം. തെളിയിക്കുന്നത് വരെ അതെന്താണ്? സത്യമാണ് എന്ന് കരുതാം. ഇതാണ് സമൻസിന്റെ കാര്യം പറഞ്ഞത്. ഈ വകുപ്പിൽ പറഞ്ഞിട്ടുള്ള സത്യവാങ്മൂലം സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റിനോട് ചേർത്ത് കോടതിയിലേക്ക് തിരിച്ചയക്കണം പറഞ്ഞല്ലോ ഞാൻ. ആ സത്യവാങ്മൂലം കോടതി ഈ സമൻസിന്റെ ഒരു പകർപ്പിനോട് ചേർത്ത് തിരിച്ചയക്കണം. ഇനി വകുപ്പ് 64 മുതൽ 71 വരെയുള്ളതിൽ ഇലക്ട്രോണിക് ആശയവിനിമയം വഴി അയച്ച എല്ലാ സമൻസുകളും മുറപ്രകാരം നടത്തിയതായി കണക്കാക്കുകയും അത്തരം സമൻസുകളുടെ ഒരു പകർപ്പ് സാക്ഷ്യപ്പെടുത്തുകയും സമൻസ് നടത്തിയതിന്റെ തെളിവായി സൂക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞല്ലോ. ഈ കോപ്പിയില്ലേ, അത് സൂക്ഷിക്കുകയും ചെയ്യും, സമൻസ് നടത്തിയതായി കരുതപ്പെടും. ഇനി 71 പറഞ്ഞാൽ നമുക്ക് സിലബസിൽ അത് പറയുന്നില്ല എങ്കിലും നമുക്കിത് കൂടെ അറിയണം. സാക്ഷികൾക്ക് സമൻസ് നടത്തുന്നത് എങ്ങനെ? സാക്ഷികൾ എന്ന് പറയുന്നത് പോലീസിനെ സഹായിക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ്. സാക്ഷികൾ എന്ന് പറയുന്നത് പോലീസിനെ സാധാരണ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് സാക്ഷി. അപ്പൊ സാക്ഷികൾക്ക് സമൻസ് നടത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ അധ്യായത്തിലെ മുൻ വകുപ്പുകളിൽ എന്ത് തന്നെ അടങ്ങിയിരുന്നാലും ഒരു സാക്ഷിക്ക് സമൻസ് പുറപ്പെടുവിക്കുന്ന കോടതി അങ്ങനെയുള്ള സമൻസ് പുറപ്പെടുവിക്കുന്നതിന് പുറമെ സമൻസിന്റെ ഒരു പകർപ്പ് ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെ, അപ്പോൾ ഈ സാക്ഷിക്കാണ് സമൻസ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ കോടതി എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സമൻസ് പുറപ്പെടുവിക്കുന്നതിന് പുറമെ സമൻസ് പുറപ്പെടുവിക്കുന്നതിനൊപ്പം സമൻസിന്റെ ഒരു പകർപ്പ് ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെ നൽകുന്നതിന് നിർദ്ദേശിക്കാം. അല്ലെങ്കിൽ അയാൾ താമസിക്കുന്നതോ ബിസിനസ് നടത്തുന്നതോ വ്യക്തിപരമായ ലാഭത്തിനായി ജോലി ചെയ്യുന്നതോ ആയ സ്ഥലത്തെ മേൽവിലാസം വച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാം. കണ്ട, അയാൾക്ക് നേരിട്ട് കൊടുക്കാം, ഓൺലൈനിലൂടെ കൊടുക്കാം, പോസ്റ്റ് വഴിയും കൊടുക്കാം. കാരണം സാക്ഷിക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സാക്ഷി ഒപ്പിട്ടതായി കരുതാവുന്ന മടക്ക് രസീതോ സാക്ഷി സമൻസ് ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ചു എന്ന്
ഇതും ഒരു പോസ്റ്റൽ എംപ്ലോയി ചെയ്തതായി കരുതാവുന്നതുമായ എൻഡോസ്മെന്റോ കിട്ടിയിട്ടുള്ളപ്പോൾ 70-ാം വകുപ്പിന്റെ 3-ാം ഉപവകുപ്പിൽ പറയുന്നത് പോലെ ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെ സമൻസ് അയച്ചതിന്റെ തെളിവ് കോടതിയെ തൃപ്തിപ്പെടുത്തിയാൽ സമൻസ് പുറപ്പെടുവിക്കുന്ന കോടതിക്ക് സമൻസ് യഥാവിധി പ്രകാരം നടത്തിയതായി പരിഗണിക്കാം. അപ്പോൾ സാക്ഷി ഒപ്പിട്ടതായി കരുതപ്പെടുന്ന ഒരു മടക്ക് രസീത്, നമ്മളിപ്പോൾ ഒരു രസീത് കൊടുത്തല്ലോ, അതിന്റെ മടക്ക് രസീത് നമുക്ക് തിരിച്ച് കോടതിയിൽ എത്തണം. അല്ലെങ്കിൽ ചിലപ്പോൾ സാക്ഷി വിസമ്മതിക്കും, പിന്നെ മടക്ക് രസീത് കിട്ടില്ലല്ലോ. കാരണം സാക്ഷി വാങ്ങാനേ പറ്റുന്നില്ല, വാങ്ങുന്നില്ല, എനിക്ക് വരാൻ വയ്യ, ഞാൻ കോടതിയിൽ എത്തുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊരു പോസ്റ്റൽ എംപ്ലോയി, നമുക്ക് പോസ്റ്റിലൂടെയാണ് കൊടുത്തെങ്കിൽ അത് പോസ്റ്റൽ എംപ്ലോയി അല്ലേ നടത്തുന്നത്, പോസ്റ്റ്മാനോ ആരെങ്കിലും നടപ്പിലാക്കും. അപ്പോൾ അത് എന്താണോ നടത്തിയാലും നടത്തിയില്ലെങ്കിലും അത് തിരിച്ച് കോടതിയിൽ എത്തിക്കണം. ഇനി അഥവാ ഒരു ഓൺലൈനിലൂടെ അയച്ചെങ്കിൽ അത് കോടതി ആ തെളിവ് കൊണ്ട് അയച്ചതിൻ്റെ ഒരു തെളിവ് കോടതിയെ തൃപ്തിപ്പെടുത്തിയാൽ സമൻസ് പുറപ്പെടുവിക്കുന്ന കോടതിക്ക് സമൻസ് നടത്തിയതായി പരിഗണിക്കാം. അപ്പം പോസ്റ്റ് വഴിയായാലും ഇലക്ട്രോണിക് വഴിയായാലും കൊടുക്കുമ്പോൾ എപ്പോഴാണോ സാക്ഷിക്ക് അത് കൊടുത്തത്, ഇപ്പം ഈ ഓൺലൈനിലൂടെ ആണെങ്കിൽ അയച്ചു കൊടുക്കുമ്പോൾ സെൻഡ് ആവുമല്ലോ, ആ സെൻഡായ സമയം തന്നെയാണ് ആ സമയം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇതിൽ. ഇത് 71 നിങ്ങൾ വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട, കാരണം 71 നമുക്ക് സിലബസിൽ പറയാത്തൊരു സാധനമാണ്. ഓക്കെ, ഇനി അടുത്ത വാറണ്ട്. അപ്പം നമ്മൾ ഈ സമൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ പഠിച്ചു അല്ലേ, സമൻസ് എന്നൊരു ഭാഗം പഠിച്ചു. എന്താണ് സമൻസ് എന്ന് ചോദിച്ചാൽ എന്താണ്? സമൻസ് എന്ന് പറഞ്ഞാൽ ഒരാളെ കോടതിയിൽ എത്തിക്കുന്നതിനുള്ള ആദ്യ നടപടി, തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട, എന്നാൽ അല്ലേ അയാൾ വരണം എന്ന് പറയുന്നതാണ് സമൻസ്. ഇനി വാറണ്ട് എന്ന് പറയുന്നത് 72 എന്താണ് വാറണ്ട്? ഈ സംഹിതയുടെ കീഴിൽ ഒരു കോടതി പുറപ്പെടുവിച്ച എല്ലാ അറസ്റ്റ് വാറണ്ടും രേഖാമൂലമുള്ളതായിരിക്കും. ഇനി വാറണ്ട് പുറപ്പെടുവിക്കാൻ ഈ സമൻസ് കൊടുത്തിട്ട് വരാത്ത ആളിനുള്ളതാണ് വാറണ്ട്. കണ്ടോ? അപ്പോൾ ഈ സംഹിതയുടെ കീഴിൽ ഒരു കോടതി പുറപ്പെടുവിച്ച എല്ലാ അറസ്റ്റ് വാറണ്ടും രേഖാമൂലമുള്ളതായിരിക്കുകയും അത്തരം കോടതിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുകയും കോടതിയുടെ മുദ്ര വഹിക്കുന്നതുമായിരിക്കേണ്ടതാണ്. അപ്പോൾ ആ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം. പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ്? മജിസ്ട്രേറ്റ് ഒപ്പിടണം. കോടതിയുടെ സീലും വേണം വാറണ്ട്. അത്തരത്തിലുള്ള ഓരോ വാറണ്ടും അത് പുറപ്പെടുവിച്ച കോടതി അത് റദ്ദാക്കുന്നതു വരെയോ എന്നൊരു പോയിന്റ് ഉണ്ട് അവിടെ. എന്താണ്? റദ്ദാക്കുന്നതു വരെയോ. കണ്ടോ? റദ്ദാക്കുന്നതു വരെയോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത് വരെയോ പ്രാബല്യത്തിലിരിക്കും. അപ്പോൾ ഈ സമൻസിന്റെ കാലാവധി എപ്പോഴാണ്? ഒന്നുകിൽ സമൻസ് പുറപ്പെടുവിച്ച കോടതി തന്നെ അത് റദ്ദാക്കുന്നു, അല്ലെങ്കിൽ അത് സമൻസ് അല്ല വാറണ്ട്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നു. ഇപ്പോഴാണ് ഈ പറഞ്ഞ 72. 73 ജാമ്യം വാങ്ങണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം. ജാമ്യം വാങ്ങണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം എപ്പോഴാണ് ജാമ്യം? ഏതെങ്കിലും വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വാറണ്ട് പുറപ്പെടുവിക്കുന്ന ഏതൊരു കോടതിയും, അപ്പോൾ ഏതൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വാറണ്ട് പുറപ്പെടുവിക്കുന്നത് കോടതിയാണല്ലോ, കോടതിയും അതിന്റെ വിവേചനാധികാരത്തിൽ വാറണ്ടിന്മേൽ അംഗീകാരം നൽകി എവിടെ കണ്ടാലും പിടിക്കണം. പക്ഷേ അയാൾ ഒരു നിശ്ചിത സമയത്തും അതിനുശേഷം കോടതിയിൽ ഹാജരാകുന്നതിന് മതിയായ ജാമ്യക്കാരോടു കൂടിയ ജാമ്യാപേക്ഷ. അപ്പോൾ ഈ അറസ്റ്റ് വാറണ്ടുമായി പോകുന്ന സമയത്ത് അയാളുടെ ജാമ്യമുണ്ട് എങ്കിൽ അതിനർത്ഥം ഈ സെക്ഷൻ മുൻകൂർ ജാമ്യത്തെ പറ്റി പറയുന്ന വകുപ്പാണ്. അപ്പോൾ അയാള് മതിയായ ജാമ്യക്കാരോട് കൂടിയ ജാമ്യാപേക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ കോടതി നിർദ്ദേശിക്കുന്നത് വരെ വാറണ്ട് നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥൻ അത്തരം സുരക്ഷ സ്വീകരിക്കുകയും അത്തരം വ്യക്തിയെ കസ്റ്റഡിയിൽ മോചിപ്പിക്കുകയും ചെയ്യാൻ നിർദ്ദേശിക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ അറസ്റ്റ് വാറണ്ടുമായി പോകുന്ന സമയത്ത് അയാളുടെ ജാമ്യമുണ്ട്, അയാളിനി നേരിട്ട് എവിടെ വന്നോളാം? കോടതിയിൽ വന്നോളാം എന്നാകുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. അഥവാ അറസ്റ്റ് ചെയ്ത വ്യക്തിക്കാണ് ജാമ്യം കിട്ടിയതെങ്കിൽ നിർബന്ധമായും അയാളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം. കാരണം അയാൾക്ക് എന്ത് ലഭിച്ചു? ആ മുൻകൂർ ജാമ്യത്തിന്റെ എന്ത് ലഭിച്ചു? സുരക്ഷ ലഭിച്ചു. അപ്പൊ സുരക്ഷ ലഭിച്ചത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അയാളെ മോചിപ്പിക്കേണ്ടതാണ്. ഇനി ആ ജാമ്യത്തിൽ എന്തൊക്കെ വേണം? അതാണ് എൻഡോഴ്സ്മെന്റിൽ എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ, ജാമ്യക്കാരുടെ എണ്ണവും അവരും ആരുടെ അറസ്റ്റിനാണോ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് അയാളും യഥാക്രമം എത്ര തുകയ്ക്കാണ് ബാധ്യസ്ഥരാക്കപ്പെടേണ്ടതെന്ന്. ഇനി ബോണ്ട് കെട്ടിവെക്കണം. എത്ര ജാമ്യക്കാരുണ്ട്, എത്ര തുകയ്ക്കാണ് കെട്ടിവെക്കേണ്ടത്, കോടതിയിൽ ഹാജരാകേണ്ട സമയവും പ്രസ്താവിക്കണം. കോടതിയിൽ ഇയാൾ ഹാജരാകണം, ജാമ്യമാണല്ലോ, അപ്പോൾ അറസ്റ്റ് ചെയ്യില്ല. പകരം ഈ പറയുന്ന സമയത്ത് എവിടെ ഹാജരാകണം? കോടതിയിൽ ഹാജരാകണം എന്നും പറയുന്നു. ഈ വകുപ്പിൻ കീഴിൽ ജാമ്യം വാങ്ങുമ്പോഴെല്ലാം വാറണ്ട് നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥൻ ബോണ്ട് കോടതിക്ക് കൈമാറണം.
ഈ ബോണ്ടല്ലേ, ഈ ബോണ്ട് ഇയാളെ നിന്ന് വാങ്ങിയ ജാമ്യം വാങ്ങുമ്പോൾ എല്ലാം വാറണ്ട് നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥൻ തന്നെ ബോണ്ട് കോടതിക്ക് കൈമാറും. ഇനി വാറണ്ടുകൾ അധികാരപ്പെടുത്തി കൊടുക്കുന്നത് ആർക്കാണ്? ആർക്കൊക്കെ കൊടുക്കാം? ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി ആർക്കൊക്കെ വാറണ്ടുകൾ അധികാരപ്പെടുത്തി കൊടുക്കാം? അറസ്റ്റ് വാറണ്ട് സാധാരണയായി ഒന്നോ അതിലധികമോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരപ്പെടുത്തി കൊടുക്കേണ്ടതും. അപ്പോൾ അറസ്റ്റ് വാറണ്ട് സാധാരണ എന്താണ്? ഒന്നോ അതിലധികമോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരപ്പെടുത്തി കൊടുക്കേണ്ടതും. എന്നാൽ ഒന്നോ അതിലധികമോ എന്തിനാണെന്നറിയോ? ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് ഒരാൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തെങ്കിൽ അയാൾക്ക് മാത്രമേ ഇയാളെ പിടിക്കാൻ സാധിക്കുള്ളൂ. മറ്റത് അധികം പേരാണെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ അറസ്റ്റ് വാറണ്ട് സാധാരണയായി ഒന്നോ അതിലധികമോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരപ്പെടുത്തി കൊടുക്കേണ്ടതും. എന്നാൽ അത്തരമൊരു വാറണ്ട് പുറപ്പെടുവിക്കുന്ന കോടതിക്ക് അത് ഉടനടി നടപ്പിലാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉടനെ ലഭ്യമല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും വ്യക്തികൾക്കോ അധികാരപ്പെടുത്തി കൊടുക്കേണ്ടതും അങ്ങനെയുള്ള വ്യക്തികളോ അത് ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരപ്പെടുത്തി കൊടുക്കാം, ഒന്നോ അതിലധികം പോലീസുകാർക്ക് അധികാരപ്പെടുത്തി കൊടുക്കാം. എന്നാൽ അത്തരമൊരു വാറണ്ട് പുറപ്പെടുവിക്കുന്ന കോടതിക്ക് അത് ഉടനെ നടപ്പിലാക്കി എടുക്കണം, പെട്ടെന്ന് അയാളെ കിട്ടണം. ഇപ്പോൾ ഉദാഹരണം, കാട്ടിനകത്താണ് ഒരു പ്രതി ഉള്ളതെന്ന് വെച്ചോ. ആ കാട്ടിനകത്തുള്ള പ്രതിയെ ഉടനെ കിട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? അയാളെ ഫോറസ്റ്റിന് വേണ്ടി ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. പോലീസ് അവിടെ എത്താൻ ലേറ്റ് ആവില്ല. അതാണ് പോലീസിനെ ഉടനെ ലഭ്യമല്ല എങ്കിൽ വേറൊരു വ്യക്തിയിലൂടെ ഇത് നടപ്പിലാക്കിയെടുക്കാം. ഒരു വാറണ്ട് ഒന്നിലധികം ഓഫീസർമാർക്കോ വ്യക്തികൾക്കോ നിർദ്ദേശം നൽകുമ്പോൾ അത് എല്ലാവർക്കുമോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആളുകൾക്കും നടപ്പിലാക്കാം. അപ്പോൾ ഇനി ഒന്നിലധികം പേർക്കാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് ആ ഒന്നിലധികം പേർക്കോ അല്ലെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം? അത് നടപ്പിലാക്കിയെടുക്കാം. ഒരു വാറണ്ട് ഒന്നിലധികമോ ഓഫീസർമാർക്കോ വ്യക്തികൾക്കോ നിർദ്ദേശം നൽകുമ്പോൾ അത് എല്ലാവർക്കുമോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആളുകൾക്കോ നടപ്പിലാക്കാവുന്നതാണ്. ഇനി വാറണ്ട് ഏതെങ്കിലും ആൾക്ക് അധികാരപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ആൾക്ക്. എങ്ങനെ? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ തൻ്റെ പ്രാദേശിക അധികാര പരിധിയിലുള്ള ഏതെങ്കിലും വ്യക്തിക്ക് രക്ഷപ്പെട്ട ഏതെങ്കിലും കുറ്റവാളിയോ പ്രഖ്യാപിത കുറ്റവാളിയും ജാമ്യമില്ലാ വ്യക്തിയോ അറസ്റ്റ് ചെയ്യുന്നതിനായി വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ 75 എന്ന് പറഞ്ഞാൽ വാറണ്ട് ഏതെങ്കിലും ആൾക്ക് അധികാരപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. എങ്ങനെ? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ തൻ്റെ പ്രാദേശിക അധികാര പരിധിയിലുള്ള ഏതെങ്കിലും വ്യക്തിക്ക് രക്ഷപ്പെട്ട ഏതെങ്കിലും കുറ്റവാളിയോ പിടിക്കാനോ പ്രഖ്യാപിത കുറ്റവാളിയെ പിടിക്കാനോ ജാമ്യമില്ലാ വ്യക്തിയോ അറസ്റ്റ് ചെയ്യുന്നതിനായി വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കാം. ഓക്കെ. ഇനി അത്തരം വ്യക്തി വാറണ്ടിന്റെ രസീത് രേഖാമൂലം അംഗീകരിക്കുകയും വേണം. ആരുടെ അറസ്റ്റിനായാണോ പുറപ്പെടുവിച്ചത് ആ വ്യക്തി തൻ്റെ ചുമതലയുള്ള ഏതെങ്കിലും ഭൂമിയിലോ മറ്റു വസ്തുവിലോ ആണെങ്കിലോ പ്രവേശിക്കുന്നുവെങ്കിലോ നടപ്പിലാക്കേണ്ടതുമാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞു? വാറണ്ട് ഏതെങ്കിലും ആൾക്ക് അധികാരപ്പെടുത്തി കൊടുക്കാവുന്നതാണെന്ന് പറഞ്ഞു. ഇനി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആകാം, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആകാം, തൻ്റെ അധികാര പരിധിയിൽ എവിടെയെങ്കിലും ഒരു കുറ്റവാളി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്ത് ചെയ്യാം? ഏതെങ്കിലും വ്യക്തിയെ പിടിക്കാനായിട്ട് ആർക്ക് വേണമോ വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കാം. അത്തരം വ്യക്തി വാറണ്ടിന്റെ രസീത് രേഖാമൂലം അംഗീകരിക്കണം. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാവാം? ഫോറസ്റ്റ് ആകാം, പോലീസ് ആകാം, പബ്ലിക് സർവൻ്റ് ആകാം, ആരും ആയിക്കോട്ടെ. അദ്ദേഹം തൻ്റെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ പേഴ്സണൽ ഭൂമിയിലെന്നല്ല ഉദ്ദേശം. തൻ്റെ അധികാരമുള്ള ഭൂമിയിൽ എവിടെയെങ്കിലും ആ വ്യക്തി ഉണ്ടെങ്കിൽ പിടിച്ച് എത്രയും വേഗം കൊടുക്കണം എന്ന് പറയുന്നു. അത്തരം വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ വാറണ്ടോടുകൂടി ഏറ്റവും അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം. കണ്ടോ? അപ്പോൾ ഈ പോലീസാണ് പിടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പോലീസ് അല്ലാത്തൊരു വ്യക്തിക്കാണ് വാറണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എത്രയും വേഗം പിടിച്ച് അയാളെ പോലീസിനെ ഏൽപ്പിക്കണം. ഏൽപ്പിക്കുമ്പോൾ പോലീസ് നോക്കേണ്ടത് 73-ാം വകുപ്പിന് കീഴിൽ അയാൾക്ക് ജാമ്യമുണ്ടോ എന്ന് നോക്കണം. അതാണ് ജാമ്യം വാങ്ങാത്ത പക്ഷം എന്ന് പറയുന്നത്. അതായത് ജാമ്യമുണ്ടെങ്കിൽ അയാളെ വിട്ടയക്കണം. ജാമ്യമില്ല എങ്കിൽ അയാളെ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന്റെ അടുക്കൽ ആരയക്കണം? പോലീസ് ഉദ്യോഗസ്ഥനെ അയക്കണം. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാവും അയാൾക്ക് മുൻകൂർ ജാമ്യമുണ്ടോ എന്ന്. മുൻകൂർ ജാമ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നേരത്തെ കൂട്ടി വിട്ടയക്കണം. അല്ല എങ്കിൽ മജിസ്ട്രേറ്റിനെ അറിയിക്കണം. പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന് നടപ്പിലാക്കാനായി അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ട് എങ്ങനെയാണ്?
ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ട് അത് അധികാരപ്പെടുത്തി കൊടുത്തിട്ടുള്ളതോ എൻഡോസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതോ ആർക്കാണോ, അപ്പോൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ട് അത് അധികാരപ്പെടുത്തി കൊടുത്തിട്ടുള്ളതോ എൻഡോസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതോ ആർക്കാണോ, ആ ഉദ്യോഗസ്ഥൻ ആരുടെ പേരാണോ ആ വാറണ്ടിന്മേൽ എൻഡോസ് ചെയ്യുന്നത് അങ്ങനെയുള്ള മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനും അത് നടപ്പിലാക്കാം. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിലായിരിക്കുമല്ലോ വാറണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ആ ഉദ്യോഗസ്ഥനും അത് നടപ്പിലാക്കാം. അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനും ഇത് എന്ത് ചെയ്യാം, നടപ്പിലാക്കാം എന്ന് പറയുന്നു. മറ്റേതെങ്കിലും അയാൾ ചിലപ്പോൾ ഇപ്പം ഇൻസ്പെക്ടറിനാണ് ഇത് കൊടുത്തത്, ഇൻസ്പെക്ടർ അതിൻ്റെ താഴെയുള്ള SIക്ക് ഇത് എൻഡോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ASIക്ക് കൊടുക്കാം. അങ്ങനെ ആരുടെ പേരാണോ എൻഡോസ് ചെയ്തത് അവർക്കിത് നടപ്പിലാക്കാം. വാറണ്ടിന്റെ സാരാംശം അറിയിക്കുന്നത്, വാറണ്ടിന്റെ സാരാംശം എന്ന് പറഞ്ഞാൽ എന്താണ്, ചുരുക്കം. എങ്ങനെയാണ്? അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റൊരാളോ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ആളെ അതിൻ്റെ സാരാംശം അറിയിക്കേണ്ടതും ആവശ്യപ്പെടുന്നുവെങ്കിൽ വാറണ്ട് അയാളെ കാണിക്കേണ്ടതുമാണ്. അപ്പോൾ അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റൊരാളോ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ആളെ അതിൻ്റെ സാരാംശം അറിയിക്കേണ്ടതും ആവശ്യപ്പെടുന്നുവെങ്കിൽ വാറണ്ട് അയാളെ കാണിക്കേണ്ടതുമാണ്. മനസ്സിലായോ? അപ്പോൾ അയാൾ ചോദിക്കും, എന്തിനാണ് സാർ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യം അയാൾ അറിയിക്കണം. അതാണ് അതിൻ്റെ സാരാംശം അയാൾ അറിയിക്കണം. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കാലതാമസം കൂടാതെ കോടതി മുമ്പാകെ എത്തിക്കേണ്ടതാണ്. അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റൊരാളോ ജാമ്യം സംബന്ധിച്ച 73-ാം വകുപ്പിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജാമ്യമുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കണം. എന്നിട്ട് അനാവശ്യ കാലതാമസം കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ ഏത് കോടതിയുടെ മുമ്പാകെയാണോ ഹാജരാക്കുവാൻ പറയുന്നത് ആ കോടതി മുമ്പാകെ എത്തിക്കണം. അപ്പോൾ അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റൊരാളോ ജാമ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കണം. ഇല്ലാത്ത പക്ഷം കോടതി മുമ്പാകെ എത്തിക്കണം. എത്ര സമയം കഴിയരുത്? എന്നാൽ അത്തരം കാലതാമസം ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് മജിസ്ട്രേറ്റ് കോടതിയിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമായ സമയം ഒഴികെ 24 മണിക്കൂറിൽ കവിയാൻ പാടില്ല. യാത്ര സമയം കുറച്ചിട്ട് 24 മണിക്കൂറിൽ കവിയുവാൻ പാടില്ല. അപ്പോൾ 78 പറയുന്നത് 24 അവേഴ്സിൽ കവിയാതെ എന്ത് ചെയ്യണം, ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കാലതാമസം കൂടാതെ എത്തിക്കണമെന്ന് പറയുന്നു. വാറണ്ട് എവിടെ നടപ്പാക്കണം? ഒരു അറസ്റ്റ് വാറണ്ട് ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് വേണോ നടപ്പിലാക്കാം. ഒരു അറസ്റ്റ് വാറണ്ട് ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് വെച്ചും നടപ്പിലാക്കാം. അധികാരപരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്നതിനായി കൈമാറുന്ന വാറണ്ട്. എങ്ങനെയാണ്? ഒരു വാറണ്ട് പുറപ്പെടുവിക്കുന്ന കോടതിയുടെ പ്രാദേശിക അധികാരപരിധിക്ക് പുറത്ത് നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അത്തരം കോടതിക്ക് വാറണ്ട് അതിൻ്റെ അധികാരപരിധിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതിന് പകരം അത് തപാൽ വഴിയോ മറ്റു വിധത്തിലോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെയോ പോലീസ് കമ്മീഷണറുടെയോ അധികാരപരിധിക്കുള്ളിൽ നടപ്പിലാക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ് ശ്രദ്ധിച്ചോണേ, അധികാരപരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്നതിനായി കൈമാറുന്ന വാറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു അധികാരപരിധിയുണ്ട്, അതിൻ്റെ പുറത്താണ് നടപ്പിലാക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അധികാരപരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്നതിനായി കൈമാറുന്ന വാറണ്ടാണ്. അപ്പോൾ ഒരു വാറണ്ട് പുറപ്പെടുവിക്കുന്ന കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണ് ഒരാൾ അറസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ കോടതിയിൽ പോയി ചോദിക്കുന്നതിന് പകരം അത്തരം കോടതിക്ക് വാറണ്ട് അതിൻ്റെ അധികാരപരിധിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്നതിന് പകരം, കണ്ടോ, ആ അധികാരപരിധിക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്നതിന് പകരം ഇപ്പം ഈ കോടതി ഇരിക്കുന്നു, വേറൊരു കോടതി ഇരിക്കുന്നു, ഈ കോടതിയിലാണ് ആ വ്യക്തി ഇരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകാൻ പറ്റില്ല, കാരണം അപ്പുറത്തെ അധികാരപരിധിയിലല്ലേ. അപ്പോൾ അവിടെ ഉള്ള പോലീസിൽ നിർദ്ദേശിക്കുന്നതിന് പകരം അത് തപാൽ വഴിയോ മറ്റു വിധത്തിലോ ആർക്ക് അയച്ചു കൊടുക്കണം? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെയോ പോലീസ് കമ്മീഷണറുടെയോ അധികാരപരിധിക്കുള്ളിൽ നടപ്പിലാക്കണം. ജില്ലാ സൂപ്രണ്ട് അല്ലെങ്കിൽ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ പേരിൽ അത് അംഗീകരിക്കുകയും പ്രായോഗികമാകണമെങ്കിൽ ഇതിനു മുൻപ് വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിൽ അത് നടപ്പിലാക്കേണ്ടതുമാകുന്നു. അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെയോ പോലീസ് കമ്മീഷണറുടെയോ അധികാരപരിധിക്കുള്ളിൽ അത് നടപ്പിലാക്കണം. ഇനി ജില്ലാ പോലീസ് സൂപ്രണ്ട് അല്ലെങ്കിൽ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ പേരിൽ അത് അംഗീകരിക്കുകയും അവരത് നടപ്പിലാക്കണം. ഇപ്പോൾ ഒരു കോടതിയുണ്ട്, മറ്റു കോടതിയുണ്ട്. ഞാനിപ്പോൾ 2 കോടതി കാണിച്ചത്. അപ്പോൾ ഇതൊരു കോടതി, ഇത് മറ്റൊരു കോടതി. ഈ കോടതിയാണ് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഈ കോടതിയുടെ അധികാരപരിധിയിലാണ് മറ്റൊരു വ്യക്തി ഇരിക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഈ കോടതി
ഈ വാറണ്ട് ഇവിടെ ഉള്ള പോലീസ് ഉദ്യോഗത്തിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഇവരുടെയും കോമൺ ആയിട്ടുള്ള ഒരാളാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ജില്ലാ പോലീസ് സൂപ്രണ്ട് അല്ലെങ്കിൽ പോലീസ് കമ്മീഷണർ. അപ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് അയച്ചു കൊടുത്ത് അത് നടപ്പിലാക്കാൻ പറയാം. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറയാം. നമ്മളിപ്പോൾ മൂന്നാമതൊരു ഫ്രണ്ടിനെ എടുത്ത് പറയില്ലേ, അതേപോലെ അർത്ഥമാണ്. ഓക്കെ. ഉപവകുപ്പ് 1 പ്രകാരം വാറണ്ട് പുറപ്പെടുവിക്കുന്ന കോടതി വാറണ്ടിനൊപ്പം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്കെതിരെയുള്ള വിവരങ്ങളുടെ സാരാംശം കൂടെ അതിനകത്ത് ചേർക്കണം. എങ്കിലല്ലേ അവർക്കറിയാൻ പറ്റുള്ളൂ എന്തിനാണ് ഒരാൾ അറസ്റ്റ് ചെയ്തെന്നുള്ള സാരാംശം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണം. കാരണം വെറുതെ ഒരു വാറണ്ട് മാത്രം ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തത്, അതിൻ്റെ കാര്യം, സാരാംശം, ചുരുക്കം ഉൾപ്പെടെ അയച്ചു കൊടുക്കണം. ഓക്കെ. 83-ാം വകുപ്പിൽ കീഴിൽ പ്രവർത്തിക്കുന്ന കോടതിക്ക് അയാൾക്ക് ജാമ്യം അനുവദിക്കണമെന്നോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നതിന് മതിയാകുന്ന രേഖകൾ സഹിതം അയച്ചു കൊടുക്കാം. അപ്പോൾ അയാൾക്ക് ജാമ്യം അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ കഴിയുന്നതിന് മതിയാകുന്ന രേഖകൾ സഹിതം അയച്ചു കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് അയാൾ അറസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ സാരാംശം വേണം. അയാൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടോ ആ കാര്യവും അയാളെ അയച്ചു കൊടുക്കണം. ഈ പറയുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ കമ്മീഷണർക്കോ സൂപ്രണ്ടിനോ. അധികാരപരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാ അധികാരപരിധിക്ക് പുറത്ത് നടപ്പിലാക്കുന്നതിനായി കൈമാറുന്ന വാറണ്ട്. അപ്പോൾ കോടതിക്ക് 2 രീതിയിൽ ഇത് നടപ്പിലാക്കാം. ഇവിടെ കൈമാറി നേരെ പോലീസിന് കൊടുക്കുന്നതിന് പകരം അവിടുത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വഴിയോ നടപ്പിലാക്കി. പക്ഷെ ഇനി പോലീസിന് നൽകുന്നു. എങ്ങനെയാ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ച വാറണ്ട് അത് പുറപ്പെടുവിക്കുന്ന കോടതിയുടെ പ്രാദേശിക അധികാരപരിധിക്ക് പുറത്ത് നടപ്പിലാക്കണമെങ്കിൽ അയാളത് സാധാരണ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെയോ പദവിയിൽ താഴെയല്ലാത്ത പോലീസ് ഓഫീസറുടെയോ പ്രാദേശിക അധികാരപരിധിക്കുള്ളിലാണോ അത് നടപ്പിലാക്കാനുള്ളത്, അങ്ങനെയുള്ള ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ പോലീസ് ഓഫീസർ അധികാരപരിധിക്കുള്ളിൽ നടപ്പിലാക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പോലീസിനാണ് ഇനി ഒരു കോടതി ഇഷ്യൂ ചെയ്ത് കൊടുത്തത്, വാറണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തത്. ഒരു പോലീസിനാണ് കോടതി വാറണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തത്. ആ പോലീസുകാരൻ എന്ത് ചെയ്യണം? ഈ കോടതിയുടെ അധികാരപരിധിക്കുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥരുടെയോ പദവിയിൽ താഴെയല്ലാത്ത പോലീസ് എന്ന് പറഞ്ഞാൽ ഉയർന്ന പോലീസ് ഓഫീസറുടെയോ അധികാരപരിധിക്കുള്ളിലാണോ അത് നടപ്പിലാക്കാനുള്ളത്, അങ്ങനെയുള്ള അവിടെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞാൽ കളക്ടർ. നേരത്തെ നമ്മൾ കളക്ടറിൻ്റെ അടുത്തല്ലേ കൊടുത്തത്, ഇപ്പോൾ ആ കളക്ടറിന്റെ കീഴിലുള്ള സ്ഥലത്ത് നമ്മൾ തന്നെ പോയി നടപ്പിലാക്കാൻ പോകുന്നു. അങ്ങനെയുള്ള മജിസ്ട്രേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനോ അതിന്മേൽ തൻ്റെ പേര് എൻഡോസ് ചെയ്യേണ്ടതും. അപ്പോൾ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണോ നടപ്പിലാക്കാനുള്ളത് അയാളുടെ പേര് അതിനകത്ത് എൻഡോസ് ചെയ്യണം. ഓക്കെ. മാത്രമല്ല അങ്ങനെയുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് നടപ്പിലാക്കുവാൻ അധികാരം നൽകുന്നത്. ആവശ്യമെങ്കിൽ ലോക്കൽ പോലീസ് അത്തരം ഉദ്യോഗസ്ഥനെ നടപ്പിലാക്കാൻ സഹായിക്കണം. അപ്പോൾ നമ്മൾ അവിടെയാണ്. ഇപ്പം നിങ്ങളൊരു സിനിമ കണ്ണൂർ സ്കോർ എന്ന സിനിമ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ മറ്റുള്ള ജില്ലയിലൊക്കെ പോയി സംസ്ഥാനത്തൊക്കെ പോയി അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? മറ്റുള്ള ലോക്കൽ പോലീസിന്റെ സഹായം തേടും. നമ്മൾ വരുന്നു, നമുക്ക് പിടിച്ചു തരണം, അല്ലെങ്കിൽ എല്ലാ സഹായവും ചെയ്തു തരണം എന്ന് പറയുന്നു. വാറണ്ട് നടപ്പിലാക്കേണ്ട പ്രാദേശിക അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റിൻ്റെയോ പോലീസ് ഓഫീസറുടെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള കാലതാമസം. ഇനി ഇവരുടെ മറുപടി കിട്ടാൻ ചിലപ്പോൾ കാലതാമസം ഉണ്ടായി. ഇപ്പം നമ്മൾ ചോദിക്കുന്നു അവനെ പിടിച്ചു തരുമോ അല്ലെങ്കിൽ സഹായം തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒന്നും മിണ്ടുന്നില്ല, ലേറ്റ് ആകുന്നുവെങ്കിൽ അങ്ങനെ അത് നടപ്പിലാക്കുന്നതിനെ തടയുമെന്ന് വിശ്വസിക്കാൻ കാരണമുള്ളപ്പോൾ ഇവർ ലേറ്റ് ആകുന്നതോറും ഈ പ്രതി രക്ഷപ്പെടും. അപ്പോൾ നമുക്ക് വാറണ്ട് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആർക്കാണോ അത് അധികാരപ്പെടുത്തി നൽകിയിട്ടുള്ളത് ആ പോലീസ് ഉദ്യോഗസ്ഥന് അത് പുറപ്പെടുവിച്ച കോടതിയുടെ പ്രാദേശിക അധികാരപരിധിയിലുള്ള ഏത് സ്ഥലത്തും അത് എൻഡോഴ്സ്മെന്റ് കൂടാതെ നടപ്പിലാക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു പോലീസുകാരൻ നടപ്പിലാക്കാൻ പോകുന്നു. നടപ്പിലാക്കുമ്പോൾ ഏത് സ്ഥലത്തും നടപ്പിലാക്കാം, കോടതി അധികാരപ്പെടുത്തിയാണല്ലോ. പക്ഷേ അധികാരപ്പെടുത്തി കൊടുക്കും മുമ്പ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ മറ്റുള്ളവരുടെ സഹായം തേടും. അവിടെയുള്ള മജിസ്ട്രേറ്റിൻ്റെയോ പോലീസ് ഓഫീസറുടെ സഹായം തേടും. പക്ഷെ അവരുടെ അംഗീകാരം കിട്ടാൻ, അതാണ് പറയുന്നത്, അവരുടെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള കാലതാമസം ഇത് നടപ്പിലാക്കുന്നതിനെ തടയുമെന്ന് വിശ്വസിക്കാൻ കാരണമുള്ളപ്പോഴെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്കത് തടയും. കാരണം എന്താ? ഈ പ്രതി രക്ഷപ്പെടും എന്ന് തോന്നുമ്പോഴെല്ലാം എന്ത് ചെയ്യാം? നമുക്കത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം? പോയി അറസ്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഇനി ആർക്കെതിരെയാണോ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് അയാളെ അറസ്റ്റ് ചെയ്യുന്നുള്ള നടപടിക്രമം. ഇനി വാറണ്ട് പുറപ്പെടുവിച്ച ആൾക്കെതിരെയുള്ള നടപടിക്രമം. അറസ്റ്റ് വാറണ്ട് അത് പുറപ്പെടുവിക്കുന്ന ജില്ലയ്ക്ക് പുറത്ത് നടപ്പിലാക്കുമ്പോൾ, ഇനി ജില്ലയ്ക്കൊക്കെ പുറത്താകുമ്പോൾ അവിടെ ദൂരം കൂടുതലാണ്. അപ്പോൾ വാറണ്ട് പുറപ്പെടുവിച്ച കോടതി അറസ്റ്റ് ചെയ്ത സ്ഥലത്തിന് എത്ര കിലോമീറ്റർ? 30 കിലോമീറ്ററിനുള്ളിൽ അല്ല എങ്കിൽ
അപ്പോൾ ഈ കോടതി പറഞ്ഞ വ്യക്തി ഇരിക്കുന്നത് കോടതിയിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറമാണെങ്കിൽ, ദൂരം കൂടിപ്പോയി എങ്കിൽ, അല്ലെങ്കിൽ ഏത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെയോ പോലീസ് കമ്മീഷണറുടെയോ പ്രാദേശിക അധികാര പരിധിക്കുള്ളിലാണോ അറസ്റ്റ് ചെയ്തത്, ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെക്കാളുമോ പോലീസ് സൂപ്രണ്ടിനെക്കാളുമോ, കണ്ടോ, ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെക്കാളുമോ പോലീസ് സൂപ്രണ്ടിനെക്കാളുമോ പോലീസ് കമ്മീഷണറെക്കാളുമോ കൂടുതലല്ല, അടുത്തല്ലാതിരിക്കുകയോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പോകുമ്പോൾ ഒരു പ്രതി, ഇതൊരു പ്രതിയാണ്, ഈ പ്രതിയെ ഞാൻ പിടിച്ചത് എനിക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്തു തന്ന കോടതിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇയാളെ ഇനി കോടതി വരെ ആദ്യം എത്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അടുത്തുള്ള ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ പോലീസ് സൂപ്രണ്ടിൻ്റെയോ പോലീസ് കമ്മീഷണറെക്കാളോ അല്ലെ അടുത്തിരിക്കോ എങ്കിൽ അവിടെ ഹാജരാക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, 73-ാം വകുപ്പിന് കീഴിൽ ജാമ്യം വാങ്ങാത്ത പക്ഷമോ എന്ന് പറഞ്ഞാൽ ജാമ്യം വാങ്ങാത്ത ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 73 നമ്മൾ പഠിച്ചതാണ്, മുൻകൂർ ജാമ്യം. അപ്പോൾ ഈ മുൻകൂർ ജാമ്യം നമുക്കറിയാം, അവിടെ ജാമ്യം വാങ്ങാത്ത പക്ഷം മാത്രമേ അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ അങ്ങനെയുള്ള മജിസ്ട്രേറ്റിൻ്റെയോ ജില്ലാ സൂപ്രണ്ടിൻ്റെയോ കമ്മീഷണറുടെയോ മുമ്പാകെ കൊണ്ടുപോകേണ്ടതുമാകുന്നു. അപ്പോൾ അവിടെ മുമ്പ് എന്ത് ചെയ്യണം, കൊണ്ടുപോകണം എന്ന് പറയുന്നു. ഇനി 1-ാം വകുപ്പിൽ പരാമർശിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഉടനെ തന്നെ അറസ്റ്റിനെ കുറിച്ചും അറസ്റ്റിലായ വ്യക്തിയെ തടവിലാക്കിയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ജില്ലയിലെ നിയുക്ത പോലീസ് ഓഫീസർക്കും അറസ്റ്റിലായ വ്യക്തി സാധാരണയായി താമസിക്കുന്ന മറ്റൊരു ജില്ലയിലെ ഉദ്യോഗസ്ഥനും ഉടനടി വിവരം നൽകണം. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത കാര്യം എന്ത് ചെയ്യണം, ഉടനെ അറസ്റ്റിനെ കുറിച്ചും വ്യക്തിയെക്കുറിച്ചും ഒക്കെ കാര്യം ജില്ലയിലെ നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 37-ാമത്തെ വകുപ്പ് ഓർമ്മയുണ്ടോ? 37-ാമത്തെ വകുപ്പ് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക. 37-ാമത്തെ വകുപ്പ് നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് നൽകണം. ഇനി അറസ്റ്റിലായ വ്യക്തി സാധാരണയായി താമസിക്കുന്ന മറ്റൊരു ജില്ലയിലെ ഉദ്യോഗസ്ഥനും ഉടനടി വിവരം നൽകണം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ സമൻസ് ആൻഡ് വാറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സമൻസും വാറണ്ടുമായി ബന്ധപ്പെട്ട സെക്ഷനുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. 73 അല്ലെ, നമ്മൾ 63 മുതൽ 82 വരെ പഠിച്ചു. 63 എന്താണ് പഠിച്ചത്, നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ഓക്കെ, 63 സമൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സമൻസിന്റെ ഫോറം എങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ നമ്മൾ പഠിച്ചു. 64 സമൻസ് എങ്ങനെ കൊടുക്കുന്നു, പറയൂ. സമൻസ് എങ്ങനെ കൊടുക്കുന്നു? സമൻസ് കൊടുക്കുന്നത് നേരിട്ട് കൊടുക്കാം, മെയിലിലൂടെ കൊടുക്കാം, ഏത് രീതിയിലും കൊടുക്കാം, പോസ്റ്റ് വഴിയും കൊടുക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പിട്ട് വാങ്ങണം എന്നൊക്കെ പറയും. 65 അറിയാം, കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ മുതലാളിമാരൊക്കെയുള്ള കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും അതിൽ അധികാരപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ണറിന് കൊടുത്താലും മതി. തപാലിലൂടെ കിട്ടുമ്പോൾ പങ്കാളിക്ക് അല്ലേ കിട്ടുമ്പോൾ അത് നൽകിയതായി കരുതപ്പെടും. തപാൽ എപ്പോഴാണ് അവർക്ക് കിട്ടുന്നത്, സമൻസ് നൽകിയതായി കരുതപ്പെടും. ഇനി സമൻ ചെയ്യപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വീട്ടിലെ മുതിർന്ന അംഗത്തിന് നൽകും. 67 സമൻസ് വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വാങ്ങിയില്ലെങ്കിൽ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ എവിടെ ചെയ്യും? ഭാഗത്ത് പതിച്ച് നൽകണം. പതിക്കേണ്ടതാണെന്ന് പറയുന്നില്ലേ, പതിച്ച് നൽകാമെന്നും പറയുന്നുണ്ട്. പതിച്ച് നൽകാം. ഗവൺമെന്റ് സർവൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റ് സർവൻറ്റ് നൽകുമ്പോൾ ആർക്ക് നൽകണം? ഓഫീസിലെ മേധാവിക്ക് അയച്ചു കൊടുത്താൽ നൽകണം എന്ന് പറയുന്നു. ഇനി അതിർത്തിക്ക് പുറത്താണെങ്കിലോ അത് അവിടുത്തെ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ നടപ്പിലാക്കണം എന്ന് പറയുന്നു. 70 ആണെങ്കിലോ നമ്മൾ സമൻസ് നടത്തുന്ന ഒരു സത്യവാങ്മൂലം തെളിയിക്കണം. അത് അല്ലേ, അതൊക്കെ പഠിച്ചതാണ്. സാക്ഷികൾ സമൻസ് നടത്തുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പഠിച്ചതാണ്. 72 വാറണ്ട് എന്നാൽ എന്ത്? വാറണ്ടിന്റെ കാലാവധി എങ്ങനെയാണ്? റദ്ദാക്കുന്നവരെയോ നടപ്പിലാക്കുന്നത് വരെയോ ആയിരിക്കും. ജാമ്യം വാങ്ങണമെന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു നിശ്ചിത സമയത്ത് ജാമ്യക്കാരോട് കൂടിയ ജാമ്യാപേക്ഷ. ഇതൊരു സുരക്ഷയാണ്, അറസ്റ്റിൽ നിന്നുള്ളൊരു സുരക്ഷയാണ് ഈ ജാമ്യം. ഇനി എൻഡോഴ്സ്മെന്റിൽ എന്തൊക്കെ വേണം? ജാമ്യക്കാരുടെ എണ്ണം, അവരുടെ ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങളൊക്കെ വേണം. 74 എന്താ? വാറണ്ടുകൾ അധികാരപ്പെടുത്തി കൊടുക്കുന്നത് ആർക്കാണ് എന്നാണ് പറയുന്നത്. 74. ഇനി അറസ്റ്റ് വാറണ്ട് സാധാരണയായി 1 അതിലധികമോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരപ്പെടുത്തി കൊടുക്കേണ്ടതും, എന്നാൽ അത്തരം ഒരു വാറണ്ട് പുറപ്പെടുവിക്കുന്ന കോടതിക്ക് അത് ഉടനടി നടപ്പിലാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉടനെ ലഭ്യമല്ല എങ്കിൽ അത് മറ്റേതെങ്കിലും വ്യക്തികൾക്കോ അധികാരപ്പെടുത്തി കൊടുക്കാം, അല്ലേ? ഇനി വാറണ്ട് ഏതെങ്കിലും ആൾക്ക് അധികാരപ്പെടുത്തി കൊടുക്കാമോ? ഏതെങ്കിലും ആൾക്ക് രക്ഷപ്പെട്ട കുറ്റവാളിയോ മറ്റോ പിടിക്കാൻ വേണ്ടി അധികാരപ്പെടുത്തി കൊടുക്കാം. അവർ എന്ത് ചെയ്യാം? പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. ഇനി അത്തരം വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ വാറണ്ടോടുകൂടി ഏറ്റവും അടുത്തുള്ള പോലീസിനെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഇനി പോലീസ് ഉദ്യോഗസ്ഥൻ അധികാരപ്പെടുത്തി കൊടുക്കുന്ന വാറണ്ട് എന്ത് ചെയ്യാം? പോലീസ് ഉദ്യോഗസ്ഥന് മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേരിൽ വേണമെങ്കിൽ എൻഡോസ് ചെയ്ത് കൊടുക്കാം. ആരുടെ പേരാണോ അതിലുള്ളത് എൻഡോസ് ചെയ്ത് കൊടുക്കാം. ഇനി സാരാംശം ആരെ അറിയിക്കണം? ഈ അറസ്റ്റ് ചെയ്യാൻ ആൾ ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യം അയാൾ അറിയിക്കണം.
24 hours കൂടുതൽ കയ്യിൽ വെച്ചേക്കാതെ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണം. വാറണ്ട് എവിടെ നടപ്പിലാക്കണം? അധികാരപരിധിക്ക് ഇന്ത്യയിൽ എവിടെ വേണം നടപ്പിലാക്കാം. ഇനി അധികാരപരിധിക്ക് പുറത്താണെങ്കിലോ അത് എന്ത് ചെയ്യാം, ഏതൊരു അവിടുത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വഴിയോ ജില്ലാ പോലീസ് സൂപ്രണ്ട് വഴിയോ പോലീസ് കമ്മീഷണർ വഴിയോ ഒക്കെ നടപ്പിലാക്കിയെടുക്കാം. അതവിടെ പഠിച്ചു. അടുത്തത് ജാമ്യം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. ഇനി അധികാരപരിധിക്ക് പുറത്ത് നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അവിടെ ചിലപ്പോൾ നമുക്ക് തന്നെ പോലീസിന് പോകാം. പക്ഷേ പോലീസ് അവരുടെ സഹായം തേടുമ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്കത് വെയിറ്റ് ചെയ്യാതെ നമുക്ക് പോയി അറസ്റ്റ് ചെയ്യാം. ഇനി 82 ആർക്കെതിരെയാണോ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമം. അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, പോലീസ് സൂപ്രണ്ട്, പോലീസ് കമ്മീഷണർ തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്യാം, അവരുടെ മുമ്പിൽ ഹാജരാക്കാം. ഈ കോടതി 30 കിലോമീറ്ററിന് കാലും ദൂരമാണെങ്കിൽ 30 കിലോമീറ്ററിന് കാലും ദൂരമാണെങ്കിൽ അവിടെ നടപ്പിലാക്കിയെടുക്കാം. ഓക്കെ, ഇനി ഇതാരെ അറിയിക്കണം? ജില്ലയിലെ നിയുക്ത പോലീസ് ഓഫീസർക്ക് ഈ കാര്യം അറിയിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയുന്നത് അറസ്റ്റ് വാറണ്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ സമൻസും പഠിച്ചു, വാറണ്ടും പഠിച്ചു. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഡെഫിനിഷൻസ് പഠിച്ചു, അത് കഴിഞ്ഞ് പഠിച്ചത് അറസ്റ്റിനെ പറ്റി പഠിച്ചു. ഇപ്പോൾ സമൻസും വാറണ്ടും. ഇനി നമ്മൾ അടുത്ത മൊഡ്യൂളായിട്ട് പഠിക്കാൻ പോകുന്നത് സെർച്ച് വാറണ്ടാണ്. അതുപോലെ തന്നെ പിന്നെ സേനാംഗങ്ങളുടെ കാര്യം പറയുന്നു, പിന്നെ FIR. അതോടുകൂടി ഈ ഒരു BNSS എന്നൊരു പോർഷൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ളത് മനസ്സിലായെങ്കിൽ ഞാൻ അടുത്ത ഭാഗവുമായി ഉടനെ എത്തും. ഓക്കെ, അപ്പോൾ താങ്ക് യു.